മാളു, എഴുന്നേൽക്കുന്നില്ലേ കുട്ടിയെ? വെളിച്ചം വന്ന് കണ്ണിൽ കുത്താൻ തുടങ്ങി. അടുക്കളയിൽ നിന്ന് അമ്മയുടെ വിളി കേട്ടാണ് മാളവിക കണ്ണു തുറന്നത്. ഉറക്കച്ചടവോടെ പുതപ്പ് തലവഴി ഒന്നുകൂടി വലിച്ചിട്ട് അവൾ വിളിച്ചു പറഞ്ഞു, കുറച്ചു നേരം കൂടി ഉറങ്ങട്ടമ്മേ, ഒരു5 മിനിറ്റ്. ഒരു5 മിനിറ്റ്? 8 മണിയാവാറായി. ഇന്ന് നിനക്ക് കോളേജിൽ പോണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ റൂമിലേക്ക് വന്ന് അവളുടെ ദേഹത്തു നിന്നും പുതപ്പ് വലിച്ചു മാറ്റി. 8 മണിയായോ? അത് കേട്ടതും മാളു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ഇതാണ് മാളവിക, എല്ലാവരുടെയും സ്വന്തം മാളു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറുമ്പുകൾ കാണിച്ച് വീട് മുഴുവൻ പാറി നടക്കുന്ന ഒന്നൊന്നര വായാടി. അവളെ വിളിച്ചുണർത്തിയ ആ അമ്മയാണ് പത്മജ. രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലെ സകല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന സ്നേഹമതിയായ അമ്മ. മക്കളുടെ കാര്യത്തിൽ ചെറിയൊരു ഗൗരവമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ നിറയെ സ്നേഹമാണ് അമ്മയ്ക്ക്. സമയം പോയതുകൊണ്ട് വേഗം ബെഡിൽ നിന്നും ചാടിയിറങ്ങി ബാത്റൂമിലേക്ക് ഓടാൻ നിന്ന മാളു ചെന്നിടിച്ചത് നേരെ അവളുടെ അനിയൻ അപ്പുവിൻ്റെ ദേഹത്താണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ സ്കൂളിൽ പോകാൻ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. എപ്പോഴും അവളുമായി വഴക്കിട്ട് നടക്കുന്ന അവളുടെ സ്വന്തം അനിയൻകുട്ടൻ. ദേ വരുന്നു പെണ്ണ്, ഇന്നെങ്കിലും നിനക്ക് നേരത്തെ എഴുന്നേറ്റൂടടി ചേച്ചി എന്ന് ചോദിച്ച് അവൻ അവളെ നോക്കി പുച്ഛിച്ചു. പോടാ അവിടുന്ന് എന്ന് മുഖം കോട്ടി കാണിച്ച് അവൾ വേഗത്തിൽ ബാത്റൂമിലേക്ക് ഓടി. ഇതൊക്കെ കണ്ട് ഉമ്മറത്തെ കസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അച്ഛൻ രാമചന്ദ്രൻ. നാട്ടിലൊരു ചെറിയ ബിസിനസ് നടത്തുന്ന സാധാരണക്കാരനായ ഒരച്ഛൻ. അദ്ദേഹത്തിന് മക്കളുടെ ഈ രാവിലത്തെ ഓട്ടപ്പാച്ചിലും കുറുമ്പുകളും കാണുമ്പോൾ മുഖത്തൊരു ചെറു പുഞ്ചിരി വിടരും. മക്കൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവനാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വേഗത്തിലൊരു ചുരിദാറും വലിച്ചു കയറ്റി അവൾ കണ്ണാടിക്ക് മുന്നിലെത്തി. മുഖത്ത് ഒത്തിരി പൗഡറും വേഗം കരിമഷിയും എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അപ്പു ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ പുതിയ വാച്ച് എവിടെ വെച്ചടി നീ? അവൻ ചോദിച്ചു. നിന്റെ വാച്ചോ? അതെൻ്റെ കയ്യിൽ നല്ല ഭംഗിയുണ്ട് അല്ലേ, ഇന്ന് ഞാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് മാളു കുസൃതിയോടെ അവനെ നോക്കി നാക്ക് നീട്ടി കാണിച്ചു. ഡി ഊരടി കയ്ന്ന് എന്ന് പറഞ്ഞ് അവൻ അവളുടെ നേർക്ക് പാഞ്ഞടുത്തതും മാളു തൻ്റെ ബാഗും തൂക്കി ഒറ്റ ഓട്ടമായിരുന്നു. ഡൈനിങ് ടേബിളിൽ അമ്മ എടുത്തു വെച്ച ദോശയിൽ നിന്ന് ഒരെണ്ണം പകുതി പറിച്ച് വായിലിട്ട് അവൾ വേഗം ഉമ്മറത്തേക്ക് ചെന്നു. പത്രം വായിക്കുന്ന അച്ഛൻ്റെ കവിളിലൊരു ഉമ്മയും കൊടുത്ത് അവൾ പറഞ്ഞു, ഞാൻ ഇറങ്ങുവാട്ടച്ഛാ. അതൊന്ന് മുഴുവൻ കഴിച്ചിട്ട് പോടി കുട്ടിയെ എന്ന് അമ്മ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞെങ്കിലും മാളു അപ്പോഴേക്കും ഗേറ്റ് കടന്നിരുന്നു. സമയം ഒട്ടുമില്ലാത്തത് കൊണ്ട് ബസ് കിട്ടുമോ എന്ന പേടിയിൽ കിതച്ചുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയായിരുന്നു. ഓടിക്കിതച്ച് ബസ് സ്റ്റോപ്പിലെത്തിയ മാളുവിൻ്റെ ഭാഗ്യത്തിന് കോളേജിലേക്കുള്ള ബസ് അവിടേക്ക് വന്നിരുന്നു. അതിൽ വലിഞ്ഞു കയറി നിൽക്കുമ്പോഴാണ് അവൾക്ക് ആ വലിയ സത്യം ഓർമ്മ വന്നത്. ഫസ്റ്റ് അവർ രേണുക മിസ്സിൻ്റെ ക്ലാസ് ആണല്ലോ. ആ പേരോർത്തപ്പോൾ തന്നെ അവളുടെ നെഞ്ചെടുപ്പ് പെട്ടെന്നൊന്ന് കൂടി. കോളേജിലെ ഏറ്റവും സ്ട്രിക്റ്റായ, എപ്പോഴും ദേഷ്യപ്പെട്ട് നടക്കുന്ന മിസ്സാണ് രേണുക. ചെറിയൊരു തെറ്റ് കണ്ടാൽ പോലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്ന പ്രകൃതം. ഈശ്വര, ഇന്നും ലേറ്റായി. ആ ഭൂതത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഇനി എങ്ങനെ കയറി ചെല്ലുക? ഇന്നെന്നെ എന്തായാലും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും, ഉറപ്പാ എന്ന് മനസ്സിൽ പറഞ്ഞ്
അവൾ ആകെ ടെൻഷനായി. കോളേജ് ബസ് ഇറങ്ങി വേഗത്തിൽ ഗേറ്റ് കടന്ന് അവൾ ക്ലാസ്സിലേക്ക് നടന്നു. വരാന്തയിലൂടെ നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും മിസ്സിൻ്റെ കണ്ണിൽപ്പെടാതെ ക്ലാസ്സിലേക്ക് കയറിപ്പോകാൻ പറ്റണേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. പതിയെ പതുങ്ങി ക്ലാസിൻ്റെ വാതിൽക്കൽ വന്ന് എത്തി നോക്കി അവൾ അത്ഭുതപ്പെട്ടുപോയി. ക്ലാസ്സിൽ മിസ്സില്ല. കുട്ടികളൊക്കെ അവരവരുടെ പാട്ടിനിരുന്ന് വർത്തമാനം പറയുകയാണ്. വലിയൊരു ആശ്വാസത്തോടെ അവള് ക്ലാസ്സിലേക്ക് കയറി നേരെ ചെന്ന് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തേക്കിരുന്നു. ആമി, മാളവികയുടെ എന്ത് തല്ലിപ്പൊളിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന അവളുടെ ചങ്ക് ഫ്രണ്ട്. രണ്ടും ഒരേപോലെ കുറുമ്പുകൾ കാണിക്കുന്ന വായാടികൾ. എന്താടി ഇത്ര ലേറ്റായേ? ഞാൻ വിചാരിച്ചു നീ ഇന്ന് ലീവാണെന്ന്. മാളുവിനെ കണ്ടതും ആമി ചോദിച്ചു. ഒന്നും പറയണ്ട ആമി, ഇന്നെങ്കിലും നേരത്തെ വരാമെന്ന് വിചാരിച്ചതാ. പക്ഷെ നടന്നില്ല, ഉറങ്ങിപ്പോയടി എന്ന് പറഞ്ഞ് മാളു ഒരു നെടുവീർപ്പോടെ ബാഗ് ബെഞ്ചിലേക്ക് വെച്ചു. എന്നിട്ട് കള്ളച്ചിരിയോടെ അവൾ ചുറ്റും നോക്കിയിട്ട് ആമിയോട് ചോദിച്ചു, അല്ല, ഇന്നാ ഭൂതം വന്നില്ലേ? ഞാനാണെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് പേടിച്ചിട്ടാ കയറി വന്നെ. അത് കേട്ടതും ആമി വലിയൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു, ഇല്ലടി, ആ മിസ്സിന് എന്തോ ചെറിയൊരു ആക്സിഡന്റ് പറ്റി. കുറച്ച് ദിവസത്തേക്ക് ലീവാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. വാവ്, അത് കലക്കി. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെയാ എന്ന് പറഞ്ഞ് മാളു വലിയ സന്തോഷത്തോടെ ആമയുടെ കയ്യിൽ ഹൈഫൈ അടിച്ചു. ഇനിയിപ്പോ ഫസ്റ്റ് അവർ ആരുമില്ലല്ലോ, വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. ഞാൻ രാവിലെ ദോശ പകുതി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് നല്ല വിശപ്പ്. മാളു തൻ്റെ സങ്കടം പറഞ്ഞു. പിന്നെ വിശക്കാതിരിക്കോ? നീ ജനിച്ചപ്പോൾ തന്നെ ഒരുപോത് ചോറും പിടിച്ചല്ലേ പുറത്തേക്ക് വന്നത് എന്ന് ആമി കളിയാക്കി. കളിയാക്കാതെ വാടി എന്ന് പറഞ്ഞ് മാളു ആമിയുടെ കൈ പിടിച്ചു വലിച്ച് വേഗത്തിൽ ക്യാൻറ്റീനിലേക്ക് നടന്നു. ക്യാമ്പസിലെ വലിയ മരങ്ങൾക്കിടയിലുള്ള ആ പഴയ ക്യാൻറ്റീനിൽ രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഒരു മൂലയ്ക്കുള്ള ഒഴിഞ്ഞ ടേബിളിൽ അവർ രണ്ടുപേരും പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ക്യാൻറ്റീൻ നടത്തുന്ന സുകുമാരേട്ടൻ അവരുടെ അടുത്തേക്ക് വന്നു. സ്നേഹത്തോടെ എല്ലാവരോടും വിശേഷങ്ങൾ ചോദിക്കുന്ന ക്യാൻറ്റീനിലെ കുട്ടികളുടെ സ്വന്തം സുകുമാരേട്ടൻ. എന്താ മക്കളെ, ഇന്ന് രാവിലെ തന്നെ ക്യാൻറ്റീനിലേക്ക് എത്തിയത്? ഫസ്റ്റ് അവർ ക്ലാസ് ഒന്നുമില്ലേ? സുകുമാരേട്ടൻ ചിരിയോടെ ചോദിച്ചു. ഫസ്റ്റ് അവർ എടുക്കേണ്ട മിസ് ലീവാ സുകുമാരേട്ടാ. ഞങ്ങൾക്കൊരു ലോട്ടറി അടിച്ചതാ. അതുകൊണ്ട് ചേട്ടൻ വേഗം എനിക്ക് ചൂടുള്ള 2 മുട്ട പപ്സും ഒരു സ്ട്രോങ് ചായയും എടുത്തേ. ആമിക്കും പോരട്ടെ ഒരു ചായ. പിന്നെ എൻ്റെ പഴയ കടം ഞാൻ അടുത്ത ആഴ്ച എന്തായാലും തരാം കേട്ടോ. മാളു വളരെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഈ കടം പറച്ചില് നീ ഫസ്റ്റ് ഇയറിൽ ഇവിടെ വന്ന അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്നതാ. അച്ഛനൊരു ദിവസം ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ എടുത്തോണ്ട് വരാം എന്ന് തമാശയായി വഴക്ക് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സുകുമാരേട്ടൻ കൗണ്ടറിലേക്ക് പോയി. സുകുമാരേട്ടൻ പോയതും ആമി പെട്ടെന്ന് മാളുവിനെ തോണ്ടിയിട്ട് വാതിൽക്കലേക്ക് കണ്ണു കാണിച്ചു. ഡി, അങ്ങോട്ട് നോക്കിക്കേ, ദേ വരുന്നു നമ്മുടെ കോളേജിലെ ഐശ്വര്യറായും വാലുകളും. മാള് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ക്ലാസ്സിലെ തന്നെ ഏറ്റവും വലിയ ചാടക്കാരിയായ സോനയും അവളുടെ ഗ്യാങ്ങും ക്യാൻറ്റീനിലേക്ക് കയറി വരികയായിരുന്നു. കോളേജിലെ
ഏറ്റവും വലിയ പണക്കാരിയാണ് താനെന്ന അഹങ്കാരവും ഷോ ഓഫുമാണ് അവൾക്ക് എപ്പോഴും. മറ്റുള്ളവരെ പുച്ഛിക്കാൻ മാത്രമേ അവൾക്കറിയൂ. സോനയെ കണ്ടതും മാളുവിൻ്റെ മുഖത്തെ ചിരി മാറി അവിടെ ഒരു പുച്ഛം വന്നു നിന്നു. ഈശ്വരാ, ഇവൾക്ക് രാവിലെ തന്നെ ഇത്രയും വലിയ ചാടയുടെ ആവശ്യമുണ്ടോ? ആ മുഖത്ത് തേച്ചിരിക്കുന്ന മേക്കപ്പ് കണ്ടില്ലേടി, ചുരുങ്ങിയത് 1 കിലോ കാണും. മഴയത്തെങ്ങാനും പെട്ട എല്ലാം കൂടി ഒലിച്ചു പോകും. മാളു പതുക്കെ ആമയോട് പറഞ്ഞു. അത് കേട്ട് ആമയ്ക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. സത്യം, അവളുടെ നടത്തവും ഭാവവും കണ്ടില്ലേ? ഈ ക്യാൻറ്റീനിലല്ല, ഏതോ വലിയ ഫാഷൻ ഷോയ്ക്ക് റാമ്പിലൂടെ നടക്കുമെന്ന അവളുടെ വിചാരം. നമ്മളെയൊക്കെ കണ്ട ഒരു പുച്ഛം അവൾക്ക്. അപ്പോഴേക്കും സുകുമാരേട്ടൻ അവർക്കുള്ള പപ്സും ചായയും കൊണ്ടുവന്നു വെച്ചു. സോനയുടെ ഗ്യാങ്ങിനെ നോക്കി മുഖം കോട്ടിയിട്ട് മാളു പപ്സ് എടുത്ത് വലിയ വായിൽ കടിച്ചു. അവർ ചായ കുടിക്കുന്നതിനിടയിലും സോനയുടെ കുറച്ച് കുറ്റങ്ങളും അഹങ്കാരവും കൂടി പറഞ്ഞു ചിരിച്ചു. അവസാനത്തെ മുട്ട പപ്സും കഴിച്ച് ചായയുടെ ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് മാളു എഴുന്നേറ്റു. ഡി, എന്നാ നമുക്ക് പോയാലോ? അവളുമാരുടെ ആ ഷോ ഓഫ് കണ്ടിട്ട് എനിക്ക് തലവേദന വരുന്നു. ഇനിയിപ്പോ അടുത്ത അവർ വല്ല സാറുമാരും വന്നാലോ? നമ്മളായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അതെ, വാ പോകാം എന്ന് പറഞ്ഞ് ആമയും എഴുന്നേറ്റു. സുകുമാരേട്ടനോട് വിളിച്ചു പറഞ്ഞ് യാത്രയും ചോദിച്ച് തങ്ങളെ നോക്കി പുച്ഛിച്ചിരിക്കുന്ന സോനയ്ക്ക് നേരെ ഒരു കള്ളച്ചിരിയും പാസാക്കി അവർ രണ്ടുപേരും തിരികെ ക്ലാസ്സിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ നിന്ന് പുറത്തിറങ്ങിയ മാളുവും ആമയും വരാന്തയിലൂടെ പതുക്കെ ക്ലാസ്സിലേക്ക് നടന്നു. നല്ല ചൂട് പപ്സും ചായയും വയറ്റിലെത്തിയതിൻ്റെ ഒരു ചെറിയ ആലസ്യം മാളുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് അവർ ഇല്ലാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ആ രേണുക മിസ്സിൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വന്നേനെ. മാളു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അതെ, എന്തായാലും വേഗം നടക്ക്, അടുത്ത ബെല്ലടിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ആമി അവളുടെ നടത്തത്തിന് വേഗത കൂട്ടി. അവർ ക്ലാസ്സിലെത്തി തങ്ങളുടെ സ്ഥിരം താവളമായ ആ 3-ാമത്തെ ബെഞ്ചിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും അടുത്ത അവരുള്ള ബെല്ലടിച്ചു. രാധാകൃഷ്ണൻ സാറാണ് ക്ലാസ്സിലേക്ക് വന്നത്. വളരെ ശാന്തനായ, പതുക്കെ മാത്രം സംസാരിക്കുന്ന രാധാകൃഷ്ണൻ സാറിൻ്റെ എക്കണോമിക്സ് ക്ലാസ് തുടങ്ങിയാൽ തന്നെ മാളുവിന് ഉറക്കം വരും. പോരാത്തതിന് ക്യാൻറ്റീനിൽ നിന്നുള്ള ആ തീറ്റയും കഴിഞ്ഞപ്പോൾ അവൾക്ക് കണ്ണ് തുറന്നിരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. സാറ് ബോർഡിൽ എന്തൊക്കെയോ എഴുതുകയും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാളു ഒരു കൈകൊണ്ട് മുഖം താങ്ങി പിടിച്ച് ആരും കാണാതെ പതുക്കെ മയങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് ആമി അവളെ തോണ്ടി ഉണർത്തുന്നുണ്ടായിരുന്നെങ്കിലും മാളു വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ ഒരു വിധത്തിൽ ബോറടിച്ച് ആ 1 മണിക്കൂർ കഴിഞ്ഞു. രാധാകൃഷ്ണൻ സാറ് ക്ലാസ്സിൽ നിന്ന് പോയതും മാളു വലിയൊരാശ്വാസത്തോടെ ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നു. ഈശ്വരാ, ഇങ്ങേരുടെ ഈ താരാട്ടുപാട്ട് കേട്ട് എൻ്റെ ഉറക്കം പോയത് മിച്ചം, അവൾ ആമയോട് മെല്ലെ പറഞ്ഞു. അപ്പോഴാണ് ക്ലാസ് റെപ്പായ അഖില് വല്ലാത്തൊരു വെപ്രാളത്തോടെ ക്ലാസ്സിലേക്ക് ഓടി വന്നത്. അവനെ കണ്ടതും കുട്ടികളെല്ലാം അവൻ്റെ ചുറ്റും കൂടി. അഖിലിൻ്റെ ആ വെപ്രാളം കണ്ട് മാളവും ആമയും തലയുയർത്തി നോക്കി. എല്ലാവരും വേഗം സീറ്റിൽ പോയിരിക്കെ, വലിയൊരു പണിയുണ്ട്, അഖില് എല്ലാവരോടുമായി പറഞ്ഞു. രേണുക മിസ്സിന് പകരം ഇന്ന് പുതിയൊരു ഗസ്റ്റ് ലെക്ചർ വന്നിട്ടുണ്ട്. അടുത്തവർ നമുക്കാ. അതിനിപ്പെന്താ, പുതിയ സാറല്ലേ, നമുക്ക് സെറ്റാക്കാം, പുറകിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അതത്ര എളുപ്പമല്ല മോനെ, അഖില്
വല്ലാത്തൊരു ഗൗരവത്തിൽ പറഞ്ഞു. സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ ഞാൻ കണ്ടു. എന്തോ പട്ടാളക്കാരനെ പോലെയുള്ള ഒരു ലുക്ക്. നല്ല ഹൈറ്റും വെയിറ്റും. മുഖത്തൊരു വല്ലാത്ത ഗൗരവവും കലിപ്പം നോട്ടവുമുള്ള ഒരു ഒന്നൊന്നര ഐറ്റം. ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേൾക്കുന്നത്. എല്ലാവരും പോയി അടങ്ങി ഒതുങ്ങിയിരുന്നോ, പുള്ളി ഇങ്ങോട്ടാ വരുന്നത്. ഇത് കേട്ടതും ക്ലാസ്സിലുണ്ടായിരുന്ന ചെറിയ ബഹളങ്ങളൊക്കെ പെട്ടെന്ന് നിന്നു. പുതിയൊരു കലിപ്പൻ സാർ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉള്ളിലൊരു പേടി തോന്നി. മാളുവും ആമിയും വേഗത്തിൽ തങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്നു. മാളുവിൻ്റെ ഉറക്കമൊക്കെ എങ്ങോട്ടോ പറന്നു പോയിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അടുത്ത അവറിനുള്ള ബെല്ലടിച്ചു. ക്ലാസ്സിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. വരാന്തയിലൂടെ ഗൗരവമുള്ള താളത്തിലുള്ള ആ കാൽവെപ്പുകൾ അവരുടെ ക്ലാസ്സിനെ ലക്ഷ്യമാക്കി അടുത്തുകൊണ്ടിരുന്നു. ആ വലിയ ഷൂസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അയാൾ എത്രത്തോളം കാഴ്ചക്കാരനാണെന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നു. ആ കാലൊച്ച വാതിൽക്കൽ വന്ന് നിന്നതും ക്ലാസ്സിലെ എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് അങ്ങോട്ട് നോക്കി. വാതിൽക്കൽ ആ രൂപം വന്ന് നിന്നതും ക്ലാസ്സിലെ എല്ലാവരും ശ്വാസം അടക്കിപ്പിടിച്ച് അങ്ങോട്ട് നോക്കി. നിമിഷങ്ങൾക്കുള്ളിൽ ആ നിശബ്ദത ഒരു ഞെട്ടലായി മാറി. വരാന്തയിൽ നിന്നും ക്ലാസ്സിനുള്ളിലേക്ക് കയറി വന്ന ആളെ കണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ശരിക്കും കിളി പോയ അവസ്ഥയായിരുന്നു. നല്ല പൊക്കം, ജിമ്മിൽ പോയി ഒതുക്കിയതുപോലെയുള്ള ശരീരം, ഇളം നീല ഷർട്ടും ഡാർക്ക് പാൻറ്റും. ഷർട്ടിൻ്റെ സ്ലീവ് കൈമുട്ട് വരെ മടക്കി വെച്ചിട്ടുണ്ട്. കയ്യിലൊരു വലിയ ലെതർ വാച്ച്. മുഖത്ത് ചെറിയൊരു ഗൗരവമുണ്ടെങ്കിലും ആരും നോക്കിപ്പോകുന്ന വല്ലാത്തൊരാകർഷണം ആ മുഖത്തുണ്ടായിരുന്നു. സോനയും അവളുടെ ഗ്യാങ്ങും അന്തം വിട്ട് വാ പൊളിച്ചിരിക്കുകയായിരുന്നു. സോന പെട്ടെന്ന് അടുത്തുള്ള കൂട്ടുകാരിയോട് പതുക്കെ പറഞ്ഞു, അയ്യോ, എന്തൊരു ലുക്കാടി ഇത്! അസല് ഉണ്ണിമുകുന്ദനെ പോലെ തന്നെയുണ്ട്. എന്തായാലും ഈ സാറിനെ ഞാനങ്ങ് എടുക്കുക. അവളുടെ ആ ജാട കലർന്ന സംസാരം കേട്ട് കൂട്ടുകാരികളും അമ്പരപ്പോടെ തലയാട്ടി. ഇതൊക്കെ കണ്ട് മൂന്നാമത്തെ ബെഞ്ചിലിരുന്ന ആമിയും അത്ഭുതത്തോടെ മാളുവിനെ തോണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മോ, എന്ത് ലുക്കാടി ഇയാൾക്ക്! പക്ഷെ ആ മുഖത്ത് വല്ലാത്തൊരു കലിപ്പുണ്ടല്ലോ. ആളിത്തിരി ഡേഞ്ചർ ആണെന്നാ തോന്നുന്നത്. മാളുവും ആമയുടെ വാക്കുകൾ ശരിവെക്കുന്നത് പോലെ ആ രൂപത്തെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ക്ലാസ്സിലെ എല്ലാവരെയും ഒന്ന് ഗൗരവത്തിൽ നോക്കിയിട്ട് വളരെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ അയാൾ ചോദിച്ചു, സെക്കൻഡ് ഇയർ BA എക്കണോമിക്സ് ക്ലാസ് ഇതല്ലേ? ക്ലാസ് റെപ്പായ അഖിൽ പെട്ടെന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബഹുമാനത്തോടെ പറഞ്ഞു, അതെ സാർ. അയാൾ നേരെ ക്ലാസ്സിനുള്ളിലേക്ക് കയറി ടേബിളിനരികിൽ വന്നു നിന്നു. കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ ടേബിളിലേക്ക് വെച്ചിട്ട് അയാൾ എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ചു. ആ നോട്ടം പെട്ടെന്ന് മാളുവിലും ആമിയിലും ഒന്ന് ഉടക്കി നിന്നോ എന്ന് അവൾക്കൊരു ചെറിയ സംശയം തോന്നി. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഇരിക്കാം. ഗൗരവം ഒട്ടും ചോരാത്ത ആ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. കുട്ടികളെല്ലാവരും സീറ്റിലിരുന്നതും അയാൾ സ്വയം പരിചയപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ പേര് അഭിമന്യു വർമ്മ. രേണുക മിസ്സിന് പകരമായിട്ട് ഗസ്റ്റ് ലെക്ചറായി വന്നതാണ് ഞാൻ. ഇനി മുതൽ നിങ്ങൾക്ക് ഈ വിഷയം എടുക്കുന്നത് ഞാനായിരിക്കും. പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. ക്ലാസ്സിൽ അനാവശ്യമായ സംസാരമോ ബഹളമോ എനിക്ക് തീരെ ഇഷ്ടമല്ല. അസൈൻമെൻറ്റുകളും നോട്ട്സും കൃത്യമായിരിക്കണം. അല്ലാത്തവർക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയില്ല. അഭിമന്യു സാറിൻ്റെ
ആ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ തന്നെ ക്ലാസ്സിലെ എല്ലാവർക്കും ആളിൻ്റെ സ്വഭാവം ഏകദേശം മനസ്സിലായിരുന്നു. പെട്ടെന്നാണ് സോന അയാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി ചാടി എഴുന്നേറ്റത്. സാർ, ഞങ്ങൾക്ക് നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്ത് തരുമോ, അതോ ഫോട്ടോ കോപ്പി എടുത്താൽ മതിയോ? വളരെ കൊഞ്ചലോടെയുള്ള സോനയുടെ ആ ചോദ്യം കേട്ട് അഭിമന്യു സാറ് അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. തന്നോട് ആരെങ്കിലും ഇപ്പൊ എഴുന്നേറ്റ് ചോദ്യം ചോദിക്കാൻ പറഞ്ഞോ? വളരെ പതുക്കെയെങ്കിലും കനം വച്ച ആ ശബ്ദം കേട്ടതും സോനയുടെ മുഖത്തെ ചിരിയൊക്കെ വാർന്നുപോയി. അത് സാർ, അവൾ വെക്കി. ഞാൻ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് ഇടയിൽ കയറി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. സിറ്റ് ഡൗൺ. ആ കമാൻഡ് കേട്ടതും സോന വല്ലാത്തൊരു ചമ്മലോടെ വേഗം സീറ്റിലേക്കിരുന്നു. സോനയ്ക്ക് കിട്ടിയ ഈ 8ന്റെ പണി കണ്ട് മാളുവിനും ആമയ്ക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ക്യാൻറ്റീനിൽ വെച്ച് ജാട കാണിച്ച അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അവർ വാവ് പൊത്തിപ്പിടിച്ച് ആരും കാണാതെ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ആ ചിരി അഭിമന്യുവിൻ്റെ കണ്ണുകളിൽ കൃത്യമായി പതിഞ്ഞിരുന്നു. അയാൾ പതുക്കെ നടന്ന് മാളുവിൻ്റെയും ആമയുടെയും ബെഞ്ചിനരികിലേക്ക് വന്നു. അയാളുടെ ആ വരവ് കണ്ടതും മാളുവിൻ്റെ ചിരിയൊക്കെ തൊണ്ടയിൽ കുരുങ്ങി. ഡെസ്കിൽ പതുക്കെ ഒന്ന് തട്ടിയിട്ട് അയാൾ മാളുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, വേറൊരാളുടെ അബദ്ധം കണ്ട് ചിരിക്കുന്നതിന് മുൻപ് സ്വന്തം കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാ. നാളെ വരുമ്പോൾ പഴയ പോർഷൻസിൻ്റെ നോട്ട്സ് ഞാൻ ചെക്ക് ചെയ്യും. കംപ്ലീറ്റ് അല്ലെങ്കിൽ പിന്നെ എൻ്റെ ക്ലാസ്സിൽ കയറാൻ നിൽക്കണ്ട. അത്രയും പറഞ്ഞിട്ട് അയാൾ തിരികെ ടേബിളിനരികിലേക്ക് നടന്നു. മാളുവാണെങ്കിൽ ഇങ്ങനെ ഒരു കലിപ്പനെ ഇനി എങ്ങനെ സഹിക്കുമെന്നോർത്ത് ദൈവത്തെ വിളിക്കുകയായിരുന്നു. ആമയുടെ മുഖത്തും നല്ലൊരു പേടിയുണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത എന്തോ ഒരു കൊടുങ്കാറ്റ് ആ ക്ലാസ്സിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അവർക്കപ്പോൾ തോന്നി തുടങ്ങിയിരുന്നു. തുടരും. ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ കഥ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ കഥയായ മേഘമൽഹാറിന് എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.